അപ്പൊ നമ്മുടെ പാലക്കാട് ബെസ്റ്റ് റാവുത്തർ ബിരിയാണി ഏതാണെന്നുള്ള യാത്രയിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഞങ്ങൾ ട്രൈ ആക്കിയത് പാലക്കാടിലെ ബെസ്റ്റ് റാവുത്തർ ബിരിയാണി സെല്ലിംഗ് സ്പോട്ടുകളായ NMR-ലെയും അൽബൈത്തിലെയും ചിക്കൻ ബിരിയാണി ആയിട്ട്. ക്വാണ്ടിറ്റി നോക്കുകയാണെങ്കിൽ NMR-ൽ 3 പീസ് ചിക്കനും 1 മുട്ടയും നല്ല ക്വാണ്ടിറ്റി റൈസുമാണ് വരുന്നത്. എന്നാൽ അൽബൈത്തിൽ 2 പീസ് ചിക്കനും കമ്പാരിറ്റീവ്ലി റൈസ് കമ്മിയായിരുന്നു. ഇനി ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നേരെ തിരിച്ചാണ്. അൽബൈത്തിലെ ബിരിയാണിയുടെ ക്വാളിറ്റി അടിപൊളിയാണ്. നല്ല സോഫ്റ്റ് ചിക്കനും ഫ്ലേവർഫുൾ റൈസുമാണ് ഇവരിവിടെ സെർവ് ചെയ്യുന്നത്. സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അൽബൈത്ത് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. നല്ല മസാലയിൽ പൊതിഞ്ഞ ചിക്കനും ആ റൈസും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 145 രൂപയാണ് പാർസലിന് ചാർജ് ചെയ്യുന്നത്. ഇനി NMR-ലെ ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ റാവുത്തർ ബിരിയാണി ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. ആ പഴയ NMR-ന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ ഇല്ല. എന്നാലും അത്യാവശ്യം ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉള്ളതുകൊണ്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്നത് പാർസലിന് 170 രൂപയാണ്. അപ്പൊ നമ്മുടെ പാലക്കാട് ബെസ്റ്റ് റാവുത്തർ ബിരിയാണി ഏതാണെന്നുള്ള യാത്രയിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫോളോവേഴ്സിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ ഇന്ന് ട്രൈ ആക്കാൻ പോകുന്നത് താജ് ബിരിയാണിയിലെയും ഉമ്മാസ് ഹോട്ടലിലെയും റാവുത്തർ ബിരിയാണിയാണ്. അപ്പൊ 2 ചിക്കൻ ബിരിയാണി പാർസൽ വാങ്ങി ഞങ്ങൾ നേരെ വിട്ട് തെക്കേ മലമ്പുഴയ്ക്കാണ്. താജിലെ റാവുത്തർ ബിരിയാണിയിൽ വരുന്നത് 2 പീസ് ചിക്കനും 1 മുട്ടയും പിന്നെ നല്ല ക്വാണ്ടിറ്റി റൈസും ആയിരുന്നു. അത്യാവശ്യം സോഫ്റ്റ് ചിക്കനും നല്ല ക്വാളിറ്റി റൈസും ആണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മസാല ഓവറായിട്ട് എടുത്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്തത്. പിന്നെ എരിവും നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബിരിയാണിക്ക് പാർസലിന് ചാർജ് ചെയ്യുന്നത് 140 രൂപയാണ്. ഇനി ഉമ്മാസ് ഹോട്ടലിലെ റാവുത്തർ ബിരിയാണിയിൽ വരുന്നത് 1 ലെഗ് പീസും 2 പീസ് ചിക്കൻ 65ഉം 1 മുട്ടയും കമ്പാരിറ്റീവ്ലി റൈസ് കുറച്ച് കുറവുമായിരുന്നു. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ തറവാട്ടിൽ ഉമ്മമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ആ ഒരു ബിരിയാണിയുടെ ഫീൽ ആയിരുന്നു. നല്ല മൈൽഡ് ഫ്ലേവർ ബിരിയാണി ആയിരുന്നു. ആ ചിക്കനും റൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായിരുന്നു. ഇതിന് പാർസലിന് ചാർജ് ചെയ്യുന്നത് 130 രൂപ. അപ്പൊ നമ്മുടെ പാലക്കാട് ബെസ്റ്റ് റാവുത്തർ ബിരിയാണി ഏതാണെന്നുള്ള യാത്രയിലെ തേർഡ് വീഡിയോ ആണിത്. ഫോളോവേഴ്സിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ ഇന്ന് ട്രൈ ആക്കാൻ പോകുന്നത് SM ബിരിയാണിയിലെയും സായിബാൻ ബിരിയാണിയിലെയും റാവുത്തർ ബിരിയാണിയാണ്. അങ്ങനെ 2 ചിക്കൻ ബിരിയാണി പാർസലാക്കി ഞങ്ങൾ നേരെ വിട്ട് തെക്കേ മലമ്പുഴയ്ക്കാം. SM-ലെ റാവുത്തർ ബിരിയാണിയിൽ വരുന്നത് 2 പീസ് ചിക്കനും അത്യാവശ്യം ക്വാണ്ടിറ്റി റൈസും ആയിരുന്നു. ചിക്കന്റെ സോഫ്റ്റ്നെസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ചിക്കനും റൈസും ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പൊ ഈ ബിരിയാണിക്ക് ഇവരിവിടെ ചാർജ് ചെയ്യുന്നത് പാർസലിന് 135 രൂപയാണ്. ഇനി സായിബാനിലെ ബിരിയാണിയിൽ വരുന്നത് 2 പീസ് ചിക്കനും റൈസ് കമ്പാരിറ്റീവ്ലി കുറവുമായിരുന്നു. റൈസിന്റെ ക്വാളിറ്റിയിലും ചിക്കന്റെ സോഫ്റ്റ്നെസ്സിലും വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു നോർമൽ റാവുത്തർ ബിരിയാണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പൊ ഈ ബിരിയാണിക്ക് ഇവരോട് ചാർജ് ചെയ്യുന്നത് പാർസലിന് 140 രൂപയാണ്. അപ്പൊ നമ്മുടെ പാലക്കാട് ബെസ്റ്റ് റാവുത്തർ ബിരിയാണി ഏതാണെന്നുള്ള യാത്രയിലെ ഫോർത്ത് വീഡിയോ ആണിത്. ഫോളോവേഴ്സിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ ഇന്ന് ട്രൈ ആക്കാൻ പോകുന്നത് OMR-ലെയും PKD-യിലെയും റാവുത്തർ ബിരിയാണിയാണ്. അപ്പോൾ OMR-ലെ റാവുത്തർ ബിരിയാണിയിൽ വരുന്നത് 2 മീഡിയം പീസ് ചിക്കനും റൈസിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. എന്നാൽ ഇതൊരു പക്ക റാവുത്തർ ബിരിയാണിയാണ്. റൈസിന്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. ചിക്കനും നല്ല സോഫ്റ്റ് ആയിരുന്നു. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും ബെറ്റർ ആയിരുന്നു. ഈ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് പാർസലിന് 150 രൂപയാണ്. ഇനി PKD-യിലെ ബിരിയാണിയിൽ വരുന്നത് 2 മീഡിയം പീസ് ചിക്കനും പിന്നെ റൈസിന്റെ ക്വാണ്ടിറ്റി ഒരാൾക്ക് കഴിക്കുന്നതിലും കൂടുതലാണ്. ഈ ബിരിയാണിയിലും നല്ല ക്വാളിറ്റി റൈസും ചിക്കനുമാണ് വരുന്നത്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ തക്കാളിന്റെ ഒരു ഫ്ലേവർ ആണ് എടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിരിയാണി കഴിക്കുന്ന ഒരു ഫീൽ ഒന്നും കിട്ടിയില്ല. ഈ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് പാർസലിന് 160 രൂപയാണ്. അപ്പൊ നമ്മുടെ പാലക്കാട് ബെസ്റ്റ് റാവുത്തർ ബിരിയാണി കിട്ടുന്ന യാത്രയിലെ ഫൈനൽ വീഡിയോ ആണ്. അപ്പൊ ഫോളോവേഴ്സിന്റെ താല്പര്യപ്രകാരം ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുഞ്ഞിക്ക ബിരിയാണിയിലും BMR-ലുമാണ്. കുഞ്ഞിക്ക റാവുത്തർ ബിരിയാണിയിൽ വരുന്നത് 2 നോർമൽ പീസ് ചിക്കനും നല്ല ക്വാണ്ടിറ്റി റൈസും ആണ്. ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു. പക്ഷെ റൈസ് നല്ല ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മസാല ഓവർ ആയിരുന്നു. പിന്നെ റൈസ് നല്ല ഓയിൽ ആയതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് ഫീൽ ചെയ്തു. അപ്പൊ ഈ ബിരിയാണിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് പാർസലിന് 150 രൂപയാണ്. ഇനി BMR-ലെ ചിക്കൻ ബിരിയാണിയിൽ വരുന്നത് 3 പീസ് ചില്ലി ചിക്കനും പിന്നെ റൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. റൈസിന്റെ ക്വാളിറ്റി അടിപൊളിയായിരുന്നു. പിന്നെ ചില്ലി ചിക്കൻ ആയതുകൊണ്ടാണോ അറിയില്ല, പീസ് കുറച്ച് ഹാർഡ് ആയിരുന്നു. ഇനി ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കല്യാണത്തിലൊക്കെ പോയാൽ കിട്ടുന്ന പക്ക റാവുത്തർ ബിരിയാണിന്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ബിരിയാണിക്ക് ഇവിടെ പാർസലിന് ചാർജ് ചെയ്യുന്നത് 130 രൂപയാണ്. അപ്പൊ ഇതുപോലത്തെ ജെന്യൂൻ കണ്ടന്റ്സിനായിട്ട് പേജ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ഫൈൻഡെക്സ് ഫ്ലേവേഴ്സ്.